നമസ്കാരം, അക്ബർ ന്യൂസിലേക്ക് സ്വാഗതം. തലശ്ശേരി ഡൗൺ മാളിൽ സംഘടിപ്പിച്ച ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബെസ്റ്റി പ്രൊമോഷൻ പരിപാടിയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു. കണ്ണൂർ ഇരിക്കൂർ സ്വദേശി ചാറിയാടി വീട്ടിൽ ലക്ഷ്മണൻ മകൻ വിദ്യാർത്ഥിയായ അഭിനന്ദ ശ്രവണ വൈകല്യം മൂലം അനുഭവിക്കുന്ന ദുരിതം വാർത്തകളിലൂടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അഭിനന്ദിനെ സഹായിക്കാനായി അക്ബർ ഗ്രൂപ്പ്, ബെൻസി പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ഉടമയായ KV അബ്ദുൽ നാസറിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി രമേശ് ചെന്നിത്തല വിവരങ്ങൾ ധരിപ്പിച്ചു. അഭിനന്ദിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ KV അബ്ദുൽ നാസർ ക്ലോക്ലിയർ ഇംപ്ലാന്റ് ഉപകരണം വാങ്ങുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു നൽകി. തലശ്ശേരി ഡൗൺ മാളിൽ നടന്ന ബെസ്റ്റി സിനിമയുടെ പ്രചരണ പരിപാടിയിൽ നിർമ്മല ഉണ്ണികൃഷ്ണൻ ബെൻസി പ്രൊഡക്ഷൻസിന് വേണ്ടി ധാരണാപത്രം കൈമാറി. ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് V നാരായണൻ പങ്കെടുത്തു. KV അബ്ദുൽ നാസറിനും രമേശ് ചെന്നിത്തലയ്ക്കും അഭിനന്ദിന്റെ കുടുംബം നന്ദി പറഞ്ഞു. Akbar Travels, your reliable travel partner. Are you looking for an affordable visa change and by bus? Akbar Travel offers the best bus visa change service at unbeatable prices. Enjoy fast approval and affordable routes to neighboring countries. With our hassle-free bus visa change, we provide 24/7 assistance. Akbar Travel makes bus visa changes simple. Start your journey today. Akbar Travels, your reliable travel partner. അക്ബർ ഗ്രൂപ്പും വോയിസ് ഓഫ് പൊന്നാനിയും ഭിന്നശേഷിക്കാർക്കായി സ്നേഹവിരുന്നൊരുക്കി. പൊന്നാനി MI ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി പൊന്നാനി സ്റ്റേഷൻ SHO ജലീൽ കറുത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. SK മുസ്തഫയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അക്ബർ ഗ്രൂപ്പ് MD KV അബ്ദുൽ നാസർ മുഖ്യാതിഥിയായിരുന്നു. കഴിവുകൾ പുറത്തെടുക്കുക എന്നതാണ് വളരെ പ്രാധാന്യമെന്നും ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുക എന്നത് മനസ്സിന് ഏറെ സന്തോഷം നൽകുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫർഹാൻ BM, KP നൌഷാദ് അലി, MP മുത്തുക്കോയ തങ്ങൾ, മർവ റഷീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ചലച്ചിത്രതാരം റിയാസ് ഖാൻ, KV അബ്ദുൽ നാസറും ചേർന്ന് ഉപഹാര സമർപ്പണവും നടത്തി. ശേഷം പ്രമുഖരായ കലാകാരന്മാർ അണിനിരുന്ന വോയിസ് ഓഫ് അക്ബർ ഒരുക്കിയ ഗാനമേളയും അരങ്ങേറി. ആഷിഖ് മാലിക് സ്വാഗതവും ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. പൊന്നാനി നൂർ ഹോസ്പിറ്റലും 16-ാം വാർഡ് ആരോഗ്യ സമിതിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആതുര സേവന രംഗം കൂടുതൽ മികവുറ്റതാക്കാൻ അക്ബർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ പ്രവർത്തനമാരംഭിക്കുന്ന പ്രീമിയം ഡയബറ്റിക് സ്പെഷ്യാലിറ്റി സെന്ററായ നൂർ ഹോസ്പിറ്റലും നഗരസഭയിലെ 16-ാം വാർഡ് ആരോഗ്യ സമിതിയും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹ പാത രോഗനിർണയവും നേത്രപരിശോധനയും, ത്വക്ക് രോഗനിർണയം, ദന്തരോഗ പരിശോധന, ഷുഗർ പ്രഷർ നിർണയവും മരുന്ന് വിതരണവും നടന്നു. നൂറുകണക്കിന് പേർ ക്യാമ്പിൽ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ ഫർഹാൻ BM അധ്യക്ഷത വഹിച്ചു. പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കാർത്തിക് പ്രഭു, ഡോക്ടർ സ്വാലിഹ ജിഫ്രി, ഡോക്ടർ പിങ്കി സലീം, ഡോക്ടർ KP മെഹ്റാൻ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം വഹിച്ചു. BM 16-ാം വാർഡ് ആരോഗ്യ സമിതിയും അതുപോലെ തന്നെ നൂർ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് AMLP സ്കൂളിൽ വെച്ച് നടക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ എന്ന് പറയുന്നത് ആരോഗ്യരംഗത്ത് നമ്മുടെ നാട്ടുകാർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സേവന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. അവരുടെ നിത്യ രോഗങ്ങൾ കണ്ടെത്തുകയും അതിന് ചികിത്സ ലഭ്യമാക്കുകയും അവർക്ക് സുരക്ഷിതമായ ഒരു ആരോഗ്യം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പ് കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി, ശരത്, ഫാത്തിമ ജാസ്മിൻ, CP ജാബിർ, MP അമീർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആഗോളതലത്തിൽ പ്രീമിയർ സർക്കിൾ പുരസ്കാരം
അംഗീകാരം നേടിയ ഏക അക്കാദമി. ഇന്ത്യ, ദുബായ്, സൗദി, ഷാർജ, ഖത്തർ, ഒമാൻ, UK, US, ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി 10,000-ലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം. ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം. ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ. Akbar Academy, a unit of Akbar Group. ബെൻകോ ഫുഡ് ആൻഡ് ബിവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം. Benko coconut oil. ബെൻസി പോളിക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ. Bensi Polyclinic. We care for your health. കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.